ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ കോഴി വളർത്തലിൽ ലാഭം നേടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന 5 ടിപ്സുകളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് ഗുണം കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനങ്ങളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇനങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ലാഭകരമായിട്ടുള്ളൊരു ഇനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നാടൻ കോഴിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ നാടൻ കോഴിക്ക് നല്ല വില ഉണ്ട്. ഇനി എന്തൊക്കെ ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ തനത് നാടൻ കോഴികൾക്ക് നാട്ടിൽ നല്ല വിലയുണ്ട്, നല്ല മാർക്കറ്റും ഉണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല നാടൻ കോഴീനെ തിരഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ നാടൻ കോഴിക്കുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ കോഴികളെ പോലെ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവില്ല. ഗ്രോത്ത് വെച്ചാൽ പെട്ടെന്ന് വളർച്ച ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഗ്രാമശ്രീ ഗ്രാമപ്രിയ കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളരും. അവർക്ക് നല്ല ബോഡി ഷേപ്പൊക്കെ നന്നായിട്ടുണ്ടാവും. നേരെ മറിച്ച് നാടൻ കോഴിയാണെങ്കിൽ സ്ലോവിലേ ഉണ്ടാവുള്ളൂ. അവരത്ര പിന്നെ ഇറച്ചി ഉണ്ടാവുള്ളൂ അവരുടെ ശരീരത്തിൽ. അവർ തനത് നാടൻ കോഴികൾ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നല്ല തടി വെക്കുന്ന കോഴികളൊന്നുമല്ല. അപ്പോൾ നമ്മളിൽ തന്നെ ഇവരുടെ ബോഡി വെയ്റ്റ് ഇത്രയൊക്കെ തന്നെ വരുള്ളൂ. അപ്പോൾ അതിങ്ങനെ സ്ലോവിലാണ് അവർ വളർന്നു വരിക. പക്ഷേ അവർ നാടൻ കോഴികൾ അങ്ങനെ തന്നെ വളരുള്ളൂ. പെട്ടെന്ന് നമ്മളുടെ ഗ്രാമശ്രീ ഗ്രാമപ്രിയ കോഴികളെ പോലെ നന്നായിട്ട് തടിച്ച് കൊഴുത്തൊന്നും നാടൻ കോഴി വരില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും നാടൻ കോഴികൾക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നാടൻ കോഴി തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുക. മെയിനായിട്ട് നാടൻ കോഴിയുടെ മുട്ടക്കും നാടൻ കോഴിക്കും മാർക്കറ്റിൽ നല്ല വിലയാണ്. ഇനി എന്തൊക്കെ മറ്റേ കോഴിമുട്ട ഇതുപോലെ സെയിമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാലും നമ്മളെപ്പോലുള്ള കുറച്ച് ആളുകൾ പിന്നെ വളർത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തനത് ബ്രീഡ് നമ്മുടെ നാടൻ കോഴി തന്നെ വളർത്തണം കേട്ടോ. ഏറ്റവും നല്ലൊരു ഉപകാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് വരുമാനം കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തീറ്റ ചിലവ്. അത് നമ്മൾ നന്നായിട്ട് പുറത്തുനിന്നുള്ള ഫീഡ് വാങ്ങണം, കൊടുക്കും വേണം. അതിലാണ് നമ്മളുടെ മുട്ടത്തീറ്റ ആയാലും ലെയർ മാഷ് ആയാലും ലെയർ പെല്ലറ്റ് ആയാലും ഗ്രോവർ ആയാലും സ്റ്റാർട്ടർ ആയാലും അതിലൊക്കെ അവരുടെ ഓരോരോ പ്രായത്തിനുള്ള ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടർ കൊടുക്കേണ്ട സമയത്ത് സ്റ്റാർട്ടർ കൊടുക്കുക, ഗ്രോവർ കൊടുക്കേണ്ട സമയത്ത് ഗ്രോവർ കൊടുക്കുക, ലെയർ പെല്ലറ്റ് കൊടുക്കേണ്ട സമയത്ത് ലെയർ മാഷും കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക. പക്ഷേ അതൊക്കെ ഒരളവ് കുറച്ച് കൊടുത്തിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൊടുത്തിട്ട് ബാക്കിയൊക്കെ നമ്മളുടെ ഫുഡ് വേസ്റ്റുകൾ കൊടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. നമ്മൾ പച്ചക്കറി വേസ്റ്റ് ആയാലും നമ്മളുടെ ഫുഡിൻ്റെ വേസ്റ്റ് ആയാലും അതേപോലെ മീൻ വേസ്റ്റ് ആയാലും അതേപോലെ നമ്മുടെ അസോള, അതേപോലെ പുല്ല്, അതേപോലെ നമ്മളുടെ എന്തൊക്കെ മാണിത്തട്ട, അതേപോലെ നമ്മുടെ വാഴത്തട, അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ട് തീറ്റ ചിലവ് കുറക്കാൻ പറ്റുന്നോ അത് നമ്മൾ കണ്ടെത്തിയിട്ട് കൊടുക്കുക. പക്ഷേ ഒരിക്കലും നമ്മൾ പാക്കറ്റ് ഫീഡ് കൊടുക്കാതിരിക്കരുത്, കൊടുക്കണം. കാരണം മുട്ടത്തീറ്റയിൽ ലെയർ മാഷും ലെയർ പെല്ലറ്റും എന്ന് പറഞ്ഞാൽ അവർക്ക് ആ സമയത്ത് കിട്ടേണ്ട എല്ലാ അമിനോ ആസിഡ്സുകളും അതേപോലെ വിറ്റാമിൻസൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് അത് കുറച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു പാത്രം ലെയർ പെല്ലറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ഗോതമ്പും അതേപോലെ പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതേപോലെ നമ്മൾ പോരാത്തതിന് ഫുഡ് വേസ്റ്റും കൊടുക്കുക. അങ്ങനെ തീറ്റ ചിലവ് നമ്മൾ കുറക്കുക. ഇതൊക്കെ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ടിപ്സുകളാണ് കേട്ടോ. ഒന്ന് നാടൻ കോഴി വളർത്തുക, ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ്. അതേപോലെ നമുക്ക് മാർക്കറ്റിങ്ങിലും മുട്ടക്കും കോഴിക്കും മാർക്കറ്റിംഗ് ഉള്ളതാണ്. രണ്ടാമത് നമ്മൾ തീറ്റ ചിലവാണ്, അതിനാണ് നമുക്ക് നന്നായിട്ട് പൈസ ചിലവാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തീറ്റ ചിലവ് പാക്കറ്റ് ഫീഡ് വാങ്ങണം. നമ്മുടെ ലെയർ മാഷ് ലെയർ പെല്ലറ്റ് പോലത്തെ വാങ്ങുക. എന്നിട്ട് കുറച്ച് കൊടുത്തിട്ട് കൂടുതൽ നമ്മൾ കൈത്തീറ്റകൾ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാടൻ കോഴിയാണെങ്കിലും ഇനിയിപ്പോൾ ഏത് കോഴിനെ വളർത്തുകയാണെങ്കിലും നമ്മളെപ്പോഴും അവർക്കൊരു ഫ്രീഡം കൊടുക്കുക. ഫ്രീഡം കൊടുക്കുക എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ കേജിലിട്ട് വളർത്താണ്ടിരിക്കുക, കൂട്ടിലിട്ടിട്ട് അവരതിനെ കെട്ടിയിട്ട പോലെ വളർത്താതിരിക്കുക. ഇപ്പോൾ ഞാനും കൂട്ടിൽ തന്നെയാണ് വളർത്തുന്നത്. പക്ഷേ എന്നാലും നമ്മൾ ഇതേപോലെ കുറച്ച് ബൗണ്ടറി ഇങ്ങോട്ട് തിരിച്ചിട്ട് അതിൽ അവരുടെ ഇഷ്ടത്തിന് നടന്ന് ഓടി കളിച്ച് മണ്ണിൽ കുളിച്ച് അവർ നന്നായിട്ട് അവർ എൻജോയ് ചെയ്ത് ജീവിക്കുകയാണ്. എന്നാൽ നമുക്ക് പുറത്തേക്കോട്ട് മറ്റ് കോഴികളായിട്ട് സമ്പർക്കമില്ല, മറ്റൊരാളെ പറമ്പിലേക്ക് പോകണില്ല, ഒന്നുമില്ല. പക്ഷേ എന്നാലും അവർക്ക് ഇങ്ങനെ കൂട്ടിലുള്ള ഒരു സ്ഥലത്തല്ലാതെ നമ്മൾ പിന്നെ നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, അവരൊന്നിങ്ങനെ പുറത്ത് വിട്ടിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ പാറാനും ഓടാനും കളിക്കാനും മണ്ണിൽ കുളിക്കാനും ചിക്കി ചകയാനും എന്താണ് അവരുടെ ഒരു ഫ്രീഡം നമ്മൾ അവർക്ക് കൊടുക്കുക. അത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അവരുടെ മുട്ട ഉൽപ്പാദനത്തിനാണെങ്കിൽ നമ്മൾ കൂട്ടിൽ മാത്രം ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 16 മണിക്കൂർ വെളിച്ചം കിട്ടണം, അതൊന്നും അവർക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ പുറത്തേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സൂര്യപ്രകാശത്തിൻ്റെ പ്രശ്നമൊന്നും വരില്ല.
പിന്നെ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ നമ്മൾ നനച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചൂട് ആയതുകൊണ്ട് പ്രത്യേകിച്ച് നനച്ചിട്ട് കൊടുക്കുക. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ വൈകുന്നേരത്ത് നനച്ചിടും. ഈ മണ്ണിൻ്റെ ഭാഗങ്ങൾ കണ്ടോ, അതൊക്കെ വൈകുന്നേരത്ത് ഞാൻ നനച്ചിടും. വീണ്ടും ഞാൻ രാവിലെ ഒന്ന് നനച്ചിട്ട് കൊടുക്കും കേട്ടോ. കാരണം ഈ ഷീറ്റും കൂടി ആയ കാരണം കൊണ്ട് കോഴികൾക്ക് ഭയങ്കര ചൂടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രോഗം, അത് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് നമ്മളുടെ എല്ലാ കോഴികളും നമ്മളെ കൈവിട്ട് പോകും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. വാക്സിനേഷൻ കൊടുക്കേണ്ട സമയത്ത് വാക്സിനേഷൻ കൊടുക്കുക. അതേപോലെ കൂട് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. അതേപോലെ നമ്മൾ വിറ്റാമിൻസിൻ്റെ സപ്ലിമെൻറ്റ്സ് ആഴ്ചകളിൽ കൊടുക്കുക. ഞാൻ എന്തൊക്കെ സപ്ലിമെൻറ്റ്സാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രോഗം വരാതിരിക്കാൻ നമ്മൾ തടയുക. നമ്മൾ പിന്നെ തടയുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വിധം പറയാറുണ്ട് എല്ലാവരോടും, ഇംഗ്ലീഷ് മരുന്ന് ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ പച്ചമരുന്നുകളൊക്കെ ഒന്ന് കലക്കി കൊടുക്കുക. അതേപോലെ അത് മാത്രമല്ല നമുക്ക് അസുഖങ്ങൾ വരിക, കൂട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരും. അതേപോലെ അമോണിയ ഫോം ചെയ്തിട്ട് അസുഖങ്ങൾ വരും. അതേപോലെ ഇനിയിപ്പോൾ വാക്സിനേഷൻ കൊടുക്കണവർക്ക് കൊടുക്കാത്ത നാടൻ കോഴിക്ക് വാക്സിനേഷൻ കൊടുത്തില്ലെങ്കിലും അത്ര വലിയ കംപ്ലൈൻ്റ് ഒന്നും വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും വാക്സിനേഷൻ കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ് നമ്മൾ ആഴ്ചയിൽ നമ്മൾ കൊടുക്കുക. ഞാൻ ആ സപ്ലിമെൻറ്റ്സ് ഞാൻ എന്താ കൊടുക്കൽ എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കണം, രോഗം വരുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം. കുട്ടികളെ വിരിയിച്ചിറക്കുമ്പോഴും കോഴികളെ പിന്നെ കൂട് മാറ്റുമ്പോഴൊക്കെ നമ്മൾ നന്നായിട്ട് കൂട് ക്ലീൻ ചെയ്തിട്ട് അതിൽ കുമ്മായം വിതറി കൊടുക്കുക കേട്ടോ. കൂട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ രോഗങ്ങളിൽ നിന്ന് നന്നായിട്ട് നമ്മൾ അവരെ ശ്രദ്ധിക്കണം. എല്ലാം നമ്മൾ സപ്ലിമെൻറ്റ്സും അതേപോലെ തീറ്റച്ചെലവും നല്ല നാടൻ കോഴിനെ നല്ല ഇനം കോഴികളെയൊക്കെ വളർത്തിയിട്ട് കാര്യമില്ല. അവർ നിൽക്കുന്ന പരിസരങ്ങളും അവർ നിൽക്കുന്ന ഇടങ്ങളും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടാവും, അസുഖങ്ങൾ വരും. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ അവർക്ക് വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ ലാഭത്തിൻ്റെ കാര്യമാണല്ലോ ഇപ്പോൾ നമ്മൾ പറയുന്നത്. നമ്മളെന്തായാലും മൾട്ടിപ്പിൾ ഇൻകം നമ്മളെന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ, നമ്മൾ ഇപ്പോൾ ഒരു കോഴീനെ വളർത്തുമ്പോൾ നമ്മൾ മുട്ടയിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ കോഴീനെ അടവെച്ച് വിരിയിപ്പിച്ചിട്ട് കൊടുക്കാം. പിടിക്കോഴികളെ കൊടുക്കുക, പൂവൻ കോഴികളെ കൊടുക്കുക, എഗ്ഗ് ഹാച്ചിങ്ങിനായിട്ടുള്ള എഗ്ഗ് കൊടുക്കുക. ഹാച്ചിങ്ങിനായിട്ടുള്ള വെച്ചാൽ പിന്നെ കൊത്തുമുട്ടകൾ കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇൻകം കൂട്ടിക്കൊണ്ടുവരിക. അല്ലാതെ ഇപ്പോൾ നമ്മൾ നാടൻ കോഴീനെ വളർത്തിച്ച് മുട്ട മാത്രം കൊടുത്താൽ നമുക്ക് മുട്ടയിൽ നിന്ന് മാത്രമുള്ള ഇൻകം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യണം, നമ്മൾ വർദ്ധിപ്പിക്കണം, അധികരിപ്പിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മുട്ടയും കൊടുക്കുക, കോഴീനെ കൊടുക്കുക, പൂവൻ കോഴികളെ കൊടുക്കുക, പല സൈസിൽ. ഇപ്പോൾ ഒരു മാസം ഇപ്പോൾ എനിക്കൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു മാസമായ കോഴിയുണ്ടോ 2 മാസമായ കോഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മളിത് വേഗം സെയിലായി പോവുക സംഭവം. അപ്പോൾ പല സ്റ്റേജിലുള്ള കോഴികളെ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ കേട്ടോ. എനിക്ക് ഇങ്ങനെ കൂട്ടിലിങ്ങനെ ഇടാനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ 1 മാസം 2 മാസം 3 മാസമൊക്കെ ആവുന്ന കോഴികൾ നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റാറില്ല. ഇപ്പോൾ 1 മാസമായ കോഴികളാണ് ഇപ്പോൾ നമ്മളിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ 2 മാസമായ കുറച്ച് കോഴികൾ അവിടെ നിൽക്കുന്നുണ്ട്. അതും കൂടുതലൊന്നുമില്ല. അങ്ങനെ നമുക്ക് ആളുകൾ ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ളൊരു ഇതിൽ നമ്മൾ കോഴികളെ വളർത്തിണ്ടാക്കുക. അല്ലാതെ അപ്പോഴാണ് നമുക്ക് മുട്ട പറ്റ പൈസ കൊണ്ട് തീറ്റ വാങ്ങാനും പിന്നെ കോഴികളെ വിൽക്കുമ്പോൾ അത് നമുക്ക് വരുമാനമായിട്ട് എടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഇതിൽ വരുമാനമായിട്ട് ഇരട്ടിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇരട്ടിപ്പിക്കുക കേട്ടോ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം നമ്മളെപ്പോഴും, ഒന്നിൽ തന്നെ ഒതുങ്ങാതെ കൂടുതൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് ഇൻകം വരിക എന്നുള്ളത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യാം. നമ്മളൊരു കോഴീനെ വളർത്തണമെന്ന് വെച്ചാലും അതിൽ നിന്ന് എന്തെല്ലാം തരത്തിൽ നമുക്ക് ഇൻകം നമ്മളെ കൈകളിലേക്ക് വരാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ കോഴിമുട്ട ആയാലും കോഴി ആയാലും കോഴിക്കാഷ്ടമായാലും ഇനിയിപ്പം എന്തൊക്കെ വിൽക്കുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാരെ വെക്കാതിരിക്കുക. നമ്മൾ ഡയറക്റ്റ് കൊടുക്കുക. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നില്ലെങ്കിൽ വാട്സപ്പിൽ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടെ നമുക്ക് പരസ്യം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഗുണം വെച്ചാൽ നമുക്ക് തന്നെ അതിൻ്റെ ഇത് കിട്ടും. മറ്റേതൊരു ഇടനിലക്കാർ, ഇപ്പോൾ നമ്മൾ കോഴിമുട്ട ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപക്ക് നമ്മളെ നിന്ന് മേടിച്ചിട്ട് അവരത് 12-നാണ് കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 12-ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിങ്ങും കൂടി നമ്മളിതിൽ കൂടെ കണ്ടെത്തണം, നേരിട്ട് കൊടുക്കുക. അതിന് മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറ്റുമോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമുക്കിതൊന്ന് ലാഭം കണ്ടെത്താൻ പറ്റുള്ളൂ. ഈ 5 ടിപ്സുകൾ, ഞാൻ ഈ പറഞ്ഞ 5-6 ടിപ്സുകൾ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ
മാഷാ അല്ലാ അൽഹംദുലില്ലാ എന്തായാലും നിങ്ങൾക്ക് അതിൽ ഇൻകം കിട്ടും, യാതൊരു സംശയമില്ല. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നാടൻ കോഴിയാണ് ഏറ്റവും ബെറ്റർ. മറ്റേ കോഴികൾ ബെറ്റർ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. നാടൻ കോഴിയാകുമ്പോൾ ഇറച്ചിക്കും മുട്ടക്കും പോകുമല്ലോ. നമ്മൾ നാടൻ തന്നെ ചോദിച്ചു വരുന്നവർക്ക് അതന്നെ വേണമല്ലോ. അതാ ഞാനങ്ങനെ പറഞ്ഞു. മറ്റേ കോഴികളും നല്ലത് തന്നെയാണ്. ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ട് വരുമാനം കണ്ടെത്തുന്നത്. മാഷാ അല്ലാ അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് നമുക്ക് സെയിൽ പോകുന്നുണ്ട്. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നന്നായിട്ട് ഈ കോഴികളെ കെയർ ചെയ്യണം കേട്ടോ. നന്നായിട്ട് നോക്കണം. അപ്പോഴാണ് അങ്ങോട്ട് കൊടുത്താലല്ലേ നമുക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ഒന്ന് മുന്നോട്ട് പോകണം കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരെ.